Hello guys, welcome back to my channel Tales of Mubi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എങ്ങനെയാണ് യൂട്യൂബ് തമ്പനെയിൽസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് തമ്പനെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവയാണ്. ക്യാൻവ അല്ലാണ്ട് ഇൻഷോട്ടിലും പിന്നെ അതുപോലെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ തമ്പനെയിൽ മേക്കിംഗ് ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്യാൻവ ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എഡിറ്റേഴ്സിനുള്ളൊരു ഓൾ ഇൻ വൺ ഡെസ്റ്റിനേഷൻ തന്നെയാണ് ക്യാൻവ. കാരണം അതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യാം, റീൽസ് എഡിറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, തമ്പനെയിൽ, ബാനേഴ്സ്, ലോഗോ തുടങ്ങിയ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ക്യാൻവ ആപ്പിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ക്യാൻവ അവൈലബിൾ ആണ്. പിന്നെ ക്യാൻവയുടെ പ്രോ വേർഷനും അവൈലബിൾ ആണ്. ഞാൻ ക്യാൻവ പ്രോ അല്ല, സാധാരണ ക്യാൻവ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്യാൻവ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഗോ, ബാനേഴ്സ്, യൂട്യൂബ് തമ്പനെയിൽ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, വീഡിയോ, സ്റ്റോറി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഓരോ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ യൂട്യൂബ് തമ്പനെയിലാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ ഒരുപാട് മില്യൺസ് ഓഫ് ടെംപ്ലേറ്റ്സ് അതിൽ തന്നെ അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി അല്ലാണ്ട് ബ്ലാങ്ക് ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഒരു തമ്പനെയിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെയാണ് ഞാൻ തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതുപോലെ തന്നെ ഒരുപാട് ഫോൺസും നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ ആണ്. പല ടൈപ്പ് ഫോണ്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട മാറ്റർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് ഷേപ്പ് അങ്ങനെ പല രീതിക്ക് ഉള്ള ഓപ്ഷൻസും ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അത് മാറ്റി മറിച്ചും നമ്മുടെ തമ്പനെയിൽ ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത്, ഏതാണോ മാച്ചിങ് ആയിട്ടുള്ളത് ആ രീതിക്ക് നമുക്ക് മാറ്റം വരുത്തി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ക്യാൻവ പ്രോ അല്ല, സാധാരണ ക്യാൻവ ആയതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഒക്കെ പെയ്ഡ് ആണ്. അതായത് ക്യാൻവ പ്രോയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറേ എലമെൻറ്റ്സ് ആയാലും കുറേ ടെക്സ്റ്റ് ആയാലും കുറേ ഫീച്ചേഴ്സ് ആയാലും ക്യാൻവ പ്രോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സാധാ ക്യാൻവയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അല്ല നമുക്കത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ക്യാൻവയുടെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാകും, ലൈറ്റായിട്ട് ക്യാൻവ എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് വിഷയമല്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് ക്യാൻവ പ്രോ ആക്കി ക്യാൻവ പ്രോ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തമ്പനെയിൽ ഏറെക്കുറെ ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്യുമ്പോൾ PNG ഫോർമാറ്റ് അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ക്യാൻവ പ്രോ അല്ലാത്തതുകൊണ്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് ക്യാൻവയുടെ വാട്ടർമാർക്കോട് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു എലമെൻറ്റ് മാത്രം ഞാൻ ക്യാൻവ പ്രോയിലെ എലമെൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ തമ്പനെയിൽ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.